നമസ്കാരം. ലോകം ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ ശ്വാസമടക്കി നിൽക്കുന്ന മണിക്കൂറുകൾക്കൊടുവിൽ താൽക്കാലികമായി എങ്കിലും ഒരു ആശ്വാസ വാർത്ത എത്തിയിരുന്നു. അതായത് വെടിനിർത്തൽ കരാർ. ഇറാനെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഈ സമാധാനം ഒരു നാടകമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം ഒരു നാഗരികതയെ തന്നെ ഇല്ലാതാക്കും എന്ന ട്രംപിന്റെ ക്രൂരമായ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം ആധിപത്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായത്. ഇതാണ് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾ തുറന്നുകാട്ടുന്നതും. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും എണ്ണവിലയുടെ കുതിച്ചുചാട്ടവും അമേരിക്കയെ പുനർചിന്തയിലേക്ക് പ്രേരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനിയൻ സംസ്കാരം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഒരു ആധുനിക ഭരണാധികാരിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒന്നായിരുന്നില്ല. ലോകക്രമത്തിന്റെ കാവൽക്കാരായി സ്വയം പ്രഖ്യാപിച്ചിരുന്ന അമേരിക്ക ഇന്ന് അതേ ക്രമത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ഡെമോക്രാറ്റുകളിൽ നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ ചിലരിൽ നിന്നും ട്രംപിന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു. യുദ്ധം കൊണ്ട് ഒരു നാഗരികതയെ നശിപ്പിക്കുക എന്നത് അമേരിക്കൻ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് പല സെനറ്റുമാരും തുറന്നടിച്ചു. ഭീഷണിപ്പെടുത്തി കീഴടക്കുക എന്ന ട്രംപിന്റെ സ്ഥിരം ശൈലി ഇത്തവണ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ഇറാൻ വെടിനിർത്തലിന് സമ്മതിച്ചത് അവർ തോറ്റതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലച്ചിരുന്നു. എണ്ണവില $100 മുകളിൽ എത്തിയതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും സമ്മർദ്ദത്തിലായി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ എണ്ണവില കുറഞ്ഞത് ട്രംപിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടായിരുന്നു. എങ്കിലും ഹോർമോസ് കടലിടുക്കിൽ ഇപ്പോഴും ഇറാന്റെ ആധിപത്യം തുടരുന്നു എന്നത് അവഗണിക്കാനാകില്ല. സൈനികമായി തങ്ങളെ നേരിടാൻ വരുന്നത് ലോകത്തിനു തന്നെ വിനാശകരമാകുമെന്ന് തെളിയിക്കാനാണ് ഇറാന് സാധിച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാജി മുന്നോട്ട് വെച്ചത് 10 നിർദ്ദേശ പദ്ധതി വെറുമൊരു വെടിനിർത്തലല്ല, മറിച്ച് അമേരിക്കയുടെ മേഖലയിലെ സാന്നിധ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറുക, ഉപരോധങ്ങൾ നീക്കുക, യുദ്ധനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകുക തുടങ്ങിയ കടുത്ത നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ വ്യവസ്ഥകൾ ട്രംപ് അംഗീകരിക്കാൻ സാധ്യതയില്ല എങ്കിലും അടുത്ത 2 ആഴ്ചത്തെ ചർച്ചകളിൽ ഇറാൻ മേൽക്കൈ നേടുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാന്റെ ആണവായുധ പദ്ധതികളെ പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ഹൂത്തികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികളിൽ ഇറാന്റെ സ്വാധീനം തുടരുന്നു എന്നതും ട്രംപിന്റെ വിജയവാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. 2 ആഴ്ചത്തെ ഈ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ളതാണോ എന്ന് ലോകം ഭയപ്പെടുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായ ഒരു ഓഫ് റാമ്പ് അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാണ്. എന്നാൽ ഇറാന്റെ പോരാട്ട വീര്യവും നയതന്ത്ര തന്ത്രങ്ങളും അവരെ യുദ്ധഭൂമിയിൽ തളച്ചിടാൻ എളുപ്പമല്ല എന്ന് തെളിയിക്കുകയാണ്.